വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സുദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. എന്തൊക്കെയാണ് എല്ലാവരുടെയും വർത്തമാനം? സുഖാണല്ലോ? നമ്മൾ ഏത് പാഠം വരെയാണ് നമ്മുടെ പുസ്തകത്തിൽ നിന്ന് എടുത്തത്? കർമ്മത്തിൽ നിന്ന് 6 പാഠം വരെ എടുത്തു അല്ലേ? 2 റിബകളെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. ഏതൊക്കെയാണത്? ഒന്ന് റിബൻ നസീഅയും രണ്ടാമത്തത് ഏതാ? റിബൽ ഫദ്ലുമാണ്. ഒന്നാമത്തത് ഏതാണ്? റിബൻ നസീഅ, രണ്ടാമത്തത് റിബൽ ഫദ്ല്. അതിലെ ഏതിനെ കുറിച്ചായിരുന്നു നമ്മൾ പഠിച്ചത്? റിബൻ നസീഅയെ കുറിച്ചായിരുന്നു നമ്മൾ മനസ്സിലാക്കിയത്, നമ്മൾ പഠിച്ചത് അല്ലേ? എന്താണ് റിബൻ നസീഅ? ഓർക്കുന്നുണ്ടല്ലോ? ഞാനത് എടുത്തു പറയണ്ടല്ലോ. 2 രൂപത്തിലാണ് റിബൻ നസീഅ ഉള്ളത് പ്രധാനമായും. അതിലൊന്നാമത്തെ രൂപം നമ്മൾ പഠിച്ചു, രണ്ടാമത്തെ രൂപവും നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് മാഷാ അല്ലാഹ്. ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് റിബൽ ഫദ്ലിനെ കുറിച്ചാണ്. എന്താണ് റിബൽ ഫദ്ൽ? എന്താണ് റിബൽ ഫദ്ൽ? ഏറ്റ വ്യത്യാസത്തിലൂടെ കടന്നു വരുന്ന പലിശ. ഏറ്റ വ്യത്യാസത്തിലൂടെ കടന്നു വരുന്ന പലിശ, അതാണ് എന്ത്? റിബൽ ഫദ്ൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പാഠത്തിൻ്റെ ഹെഡിങ് ഒന്ന് വായിച്ചേ. ഏറ്റ വ്യത്യാസത്തിലൂടെ വരുന്ന പലിശ. അതിലെ റിബൻ നസീഅയെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചു. 2 ഇനമാണ് പലിശയിൽ പ്രധാനമായുമുള്ളവ. അതിലെ റിബൻ നസീഅ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് റിബൽ ഫദ്ൽ. റിബൽ ഫദ്ലിനെ കുറിച്ചാണ്, അഥവാ ഏറ്റ വ്യത്യാസത്തിലൂടെ കടന്നു വരുന്ന പലിശ. പലിശ ഇനത്തിലെ 2ാമത്തെ ഇനമാണ് റിബൽ ഫദ്ൽ. നമ്മൾ മനസ്സിലാക്കി, അഥവാ ഏറ്റ വ്യത്യാസത്തിലൂടെ കടന്നു വരുന്ന പലിശ. കച്ചവടത്തിൽ ഏർപ്പെടുന്ന മുഴുവൻ ആളുകളും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് റിബൽ ഫദ്ൽ. കച്ചവടത്തിൽ ഏർപ്പെടുന്ന മുഴുവൻ ആളും നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട കാര്യമാണെന്ത്? റിബൽ ഫദ്ൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിബൽ ഫദ്ൽ എന്തായാലും അറിയണം കച്ചവടക്കാർ, നിർബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു തആല അൻഹു പറയാണ്. എന്താണ് ഹദീസ്? ഒന്ന് വായിച്ച എല്ലാവരും. അദ്ദഹബു ബിദ്ദഹബി വൽ ഫില്ലത്തു ബിൽ ഫില്ലത്തി വൽ ബിർറു ബിൽ ബിർരി. ബിർറാണോ? അല്ല. വൽ ബുർറു ബിൽ ബുർരി വശ്ശഈറു ബിശ്ശഈരി വത്തംറു ബിത്തംറി വൽ മിൽഹു ബിൽ മിൽഹി مثلا بمثل سواء بسواء يدا بيد فإذا اختلفت هذه الأصناف فبيعوا كيف شئتم إذا كان يدا بيد. إذا كان يدا بيد. മനസ്സിലായോ നമുക്ക്? الذهب بالذهب والفضة بالفضة والبر بالبر والشعير بالشعير والتمر بالتمر والملح بالملح. ഇതിന് എത്ര ഉണ്ട്? 6 ഉണ്ട്. അതെയോ? നമ്മൾ റിബൻ നസീഅയിൽ ഇതിൻ്റെ ചെറിയ രൂപം പഠിച്ചിരുന്നു, മറ്റൊരു വിഷയമാണെങ്കിലും. അപ്പോൾ ഈ 6 കാര്യങ്ങൾ എന്താണ്? അദ്ദഹബു ബിദ്ദഹബി, സ്വർണം സ്വർണത്തിന് പകരമായും, വൽ ഫില്ലത്തു ബിൽ ഫില്ലത്തി, വെള്ളി വെള്ളിക്ക് പകരമായും, വൽ ബുർറു ബിൽ ബുർരി, എന്താണ്? ഗോതമ്പ് ഗോതമ്പിന് പകരമായും, വശ്ശഈറു ബിശ്ശഈരി, ബാർലി ബാർലിക്ക് പകരമായും, വത്തംറു ബിത്തംറി, കാരക്ക കാരക്കക്ക് പകരമായും, വൽ മിൽഹു ബിൽ മിൽഹി, ഉപ്പ് ഉപ്പിന് പകരമായും കച്ചവടം നടത്തുകയാണെങ്കിൽ എന്തുണ്ടാവണം? മിസ്ലം ബി മിസ്ലി, സമാനമായ അളവിലാവണം. സമാനമായിട്ടുള്ള അളവിലാണ് കച്ചവടം ചെയ്യേണ്ടത്. പിന്നെയോ സവാഅം ബിസവാഇ, തുല്യ ഇനങ്ങളിലുമായി, യദം ബിയദിൻ, റൊക്കം പണം നൽകിയുമാണ് കച്ചവടം നടത്തേണ്ടത്. തുല്യ ഇനങ്ങളിലുമായി റൊക്കം പണം നൽകിയുമാണ് കച്ചവടം നടത്തേണ്ടത്. എന്നാൽ എന്ന ഇനങ്ങളിൽ മാറ്റം വരികയാണെങ്കിൽ റൊക്കം നൽകി നിങ്ങൾ ഉദ്ദേശിക്കും വിധം കച്ചവടം നടത്തുക. ഇനി ഇനങ്ങളിൽ മാറ്റം വന്നു, സ്വർണം വേറെ ഏതെങ്കിലും സാധനമാണ്, അപ്പം എന്താക്കുക? റൊക്കം നൽകണം, യഥംബിയതാവണം. പക്ഷേ മറ്റേ നമുക്ക് ഉദ്ദേശിക്കുന്ന രൂപത്തിൽ എന്താക്കാം? ചിലപ്പോൾ സവാ മുതലാവുമോ? ഇല്ല.
ഒരേപോലെ ആവണം എന്ന് പറഞ്ഞാൽ നടക്കുമോ? അല്ല. പക്ഷെ റൊക്കം എന്നുള്ളത് ശരിയാവും. കടം പറയാതെ നീട്ടി വെക്കാതെ ആ സമയത്ത് തന്നെ നടത്തുക എന്നുള്ളത് എന്താണ്? ഇതിൽ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്താണ് നമ്മൾ പഠിച്ചത്? സ്വർണം സ്വർണത്തിന് പകരമായും, വെള്ളി വെള്ളിക്ക് പകരമായും, ഗോതമ്പ് ഗോതമ്പിന് പകരമായും, ബാർലി ബാർലിക്ക് പകരമായും, കാരക്ക് കാരക്കക്ക് പകരമായും, ഉപ്പ് ഉപ്പിന് പകരമായും പരസ്പരം കച്ചവടം നടത്തുകയാണെങ്കിൽ, പരസ്പരം രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചവടം നടത്തുകയാണെങ്കിൽ സമാന അളവിലും സമാന അളവായിരിക്കണം. തുല്യ ഇനങ്ങളിലുമായി റൊക്കം പണം നൽകിയുമാണ് കച്ചവടം നടത്തേണ്ടത്. തുല്യ ഇനങ്ങളാണെങ്കിൽ റൊക്കം പണം നൽകിയുമാണ് കച്ചവടം നടത്തേണ്ടത്. എന്നാൽ ഇനങ്ങളിൽ മാറ്റം വരികയാണെങ്കിൽ റൊക്കം നൽകി നിങ്ങൾ ഉദ്ദേശിക്കും വിധം കച്ചവടം നടത്തുക. കടം പറയാൻ പറ്റൂല. അപ്പോൾ തന്നെ എന്ത് ചെയ്യണം? ആ പൈസക്ക് കൊടുത്ത് തീരുമാനമാക്കണം. ഇൻഷാ അല്ലാഹ് അടുത്തൊരു ഭാഗം നമുക്ക് എന്താക്കാം, അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നത്. ഇത്രയോ പഠിച്ചിട്ട് നമ്മൾ പഠിക്കുന്നുള്ളൂ. ഈ ഹദീസൊന്നും എല്ലാവരും വായിക്കുക, മനസ്സിലാക്കുക, ഗ്രഹിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.